2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ KSRTC വികസനത്തിന് 178.98 കോടി രൂപ വകയിരുത്തി. 107 കോടി രൂപ പുതിയ ഡീസൽ ബസ് വാങ്ങാൻ നീക്കിവെച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരണ വേളയിലാണ് പ്രഖ്യാപനം. KSRTC വികസനത്തിന് 178.98 കോടി രൂപ വകയിരുത്തിയതിനു പിന്നാലെ പുതിയ ഡീസൽ ബസ് വാങ്ങുന്നതിന് 107 കോടി രൂപയും മാറ്റിവെച്ചു. വിവിധയിടങ്ങളിൽ KSRTC ഡിപ്പോകളുടെയും വർക്ക്ഷോപ്പുകളുടെയും നവീകരണത്തിനാണ് ബാക്കി തുക അനുവദിച്ചത്. ഇതിനു പുറമെ പഴയ സർക്കാർ വാഹനങ്ങൾ മാറ്റിവാങ്ങാൻ 100 കോടി രൂപ വകയിരുത്തിയതായും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർ, KSRTCക്ക് അടിസ്ഥാന സൗകര്യ വികസനം, ഡിപ്പോകളും വർക്ക്ഷോപ്പുകളുടെ ആധുനികവൽക്കരണം, ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വികസന പദ്ധതിക്കായിട്ട് ഈ സർക്കാരിൻ്റെ കാലയളവിൽ 178.96 കോടി വെച്ചിട്ടുണ്ട്. സർ, പഴയ ബസ്സുകൾക്ക് പകരം ആധുനിക ഡീസൽ BS6 ബസ്സുകൾ വാങ്ങുന്നതിനായി 107 കോടി രൂപ വകയിരുത്തുന്നു KSRTCക്ക്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 4923.58 കോടി രൂപയായിരുന്നു KSRTCക്ക് വകയിരുത്തിയിരുന്നത്. സർക്കാരിന്റെ തുടർഭരണത്തിന് ശേഷം നാളിതുവരെ KSRTCയുടെ വികസനത്തിന് 6864.33 കോടി രൂപ അനുവദിച്ചെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച ദേശീയപാത വികസനം 2025 അവസാനത്തോടെ സാധ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. റോഡുകളും പാലങ്ങൾക്കുമായി സംസ്ഥാന ബജറ്റിൽ 3061 കോടി വകയിരുത്തിയതായും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.